ഹേ എവരി വോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എൻ്റെ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് പെട്ടെന്നൊരു എമർജൻസിയിലാണ് പോകേണ്ടി വന്നത്. പോയി അന്ന് നൈറ്റ് തന്നെ തിരിച്ച് പൊസിഷനിങ് ക്രൂ ആയിട്ട് ഇന്നിപ്പോൾ ഞാൻ ലണ്ടനിൽ വന്നേക്കാണ്. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ട്രെയിനിങ് ഡേയ്സ് ആണ്. 2 ദിവസം എനിക്ക് ട്രെയിനിങ് ആണ്, എക്സാമാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം. വാ, നമുക്ക് വീഡിയോയിൽ പോവാം. എയർപോർട്ടിൽ ലാൻഡ് ആയപ്പോൾ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൊളീഗാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേരായതുകൊണ്ട് കാറാണ് വന്നത്. ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ട്. എനിക്ക് ബാക്ക് ടു ബാക്ക് ഒരു 20 hours ഫ്ലൈറ്റ് കാരണം ഞാൻ അത്യാവശ്യം ടയേർഡായിരുന്നു. കുറച്ച് നേരം കിടന്നുറങ്ങിയപ്പോഴത്തേനും ഹോട്ടലിലെത്തി. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തി. ഇതാണ് അപ്പം എൻ്റെ റൂം. ഈ റൂമായിട്ട് എനിക്ക് തന്നേക്കുന്നത്. ഇത് ഇവിടുന്ന് തൊട്ടടുത്താണ് എനിക്ക് ട്രെയിനിങ് സെൻറ്റർ. നടന്നു പോകാനുള്ളൂ, ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഏതാണ് റൂം. ബെഡുണ്ട്, കൗച്ചുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പയ്യെ സെറ്റപ്പാക്കി വരുന്നു. പിന്നെ ഇതാണ് വാഷ്റൂം. നമ്മളിങ്ങനെ കമ്പനി പർപ്പസിൽ അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വെർജിൻ അറ്റ്ലാന്റിക്കിലെ ക്രൂ ആണ്. സോ വെർജിൻ ഒരു UK ബേസ്ഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ട്രെയിനിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ടിക്കറ്റും ആൻഡ് ഓൾസോ ഈ സ്റ്റേയും കമ്പനിയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ, ടു ആൻഡ് ഫ്രോ എയർപോർട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാവരും കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുക. ഫുഡ് നമുക്ക് അലവൻസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. ഞാനിപ്പോൾ ഇവിടെ ലാൻഡ് ആയപ്പോൾ തന്നെ എൻ്റെ ഇവിടുത്തെ കാർഡിൽ അവർ പൈസ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് വേണം ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ഫുഡില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങണം. ഫ്രഷായി ഡ്രസ്സ് സെയിം തന്നെയാണ് ഇട്ടേക്കുന്നത്. കാരണം എൻ്റെ ബാഗ് മൊത്തം സോൾട്ടൻ്റെ ഗ്രേക്കിൻ്റെ പ്ലേസിലാണ്. കാരണം ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 10 minutes യാത്രയേ ഉള്ളൂ ഇങ്ങോട്ട് ഹോട്ടലിലോട്ട്. പക്ഷെ അവർ 2 പേരും ഇന്ന് വർക്കിംഗ് ആണ്. ഒരാൾക്ക് വർക്ക് ഫ്രം ഹോം ഉണ്ട്, ഒരാൾ ടെസ്കോയിലും വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ ഈവനിങ് വരും കേട്ടോ. ഒരു രാത്രി ഇപ്പോൾ ഇവിടെ സമയം 3 മണിയായി. ഒരു 6:30, 7 ഒക്കെ ആകുമ്പോഴത്തേനും അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ ബാഗ് തരും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റണം. ഇപ്പോൾ തൽക്കാലം വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളിച്ചിട്ട് സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം എണീച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ ആണ് കേട്ടോ ട്രെയിനിങ്. രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. 9 മണിയാകുമ്പോഴത്തേനും ബിൽഡിങ്ങിൽ, അതായത് ഹെഡ് ഓഫീസിലെത്തണം. ഞങ്ങൾ പൊസിഷനിങ് ക്രൂ ആയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രൂവിനെ എക്സ്ട്രാ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ കയ്യിൽ ID കാർഡ് ഉണ്ടാവും, പക്ഷേ യൂണിഫോം ഉണ്ടാവില്ല. എക്സ്ട്രാ യൂണിഫോം നമ്മൾ ബാഗിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇൻ കേസ് ഓപ്പറേറ്റിംഗ് ക്രൂ എന്തെങ്കിലും ക്രൂ ഡൗൺ ആയാലോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെ, കാരണം ഞങ്ങൾ ട്രെയിൻഡ് ആണല്ലോ, അപ്പോൾ ക്രൂ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോം കരുതിയിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ പൊസിഷനിങ് ക്രൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നത് പൊസിഷനിങ് ക്രൂ ആയിട്ടാണ്. പൊസിഷനിങ് ക്രൂ ആകുമ്പോഴും നമുക്ക് ഏത് സീറ്റാണോ അവൈലബിൾ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾക്ക് എക്കോണമി സീറ്റായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. കാരണം ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ആകെ 3 സ്പെയർ സീറ്റാണ് ലാസ്റ്റ് മിനിറ്റ് ഫ്രീ ആയത്. അത് പ്രീമിയത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രീമിയത്തിൽ അപ്ഗ്രേഡ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ വന്നത് പ്രീമിയത്തിലാണ്. ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ബാംഗ്ലൂർ ബേസിൽ നിന്ന് ഞങ്ങൾ 2 പേരാണ് ഇപ്പോൾ ട്രെയിനിങ്ങിന് വന്നേക്കുന്നത്. പ്രീമിയത്തിലായതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റി കംഫർട്ടബിൾ ആയിട്ട്. പക്ഷേ എനിക്ക് നല്ല ടയർഡ്നെസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ബാംഗ്ലൂർ എത്തി, ഉറങ്ങി. പിന്നെ ഞാൻ ഒരു 2 ആഴ്ച ഇവിടെ നിന്നുകൊണ്ട്, ഇവിടെ നിന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താണ്, ഇവിടെ ഈ ട്രെയിനിങ് സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. കാരണം അവരുടെ വീട് ഇവിടെയാണ്. 2 ആഴ്ച ഞാനിവിടെ നിന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ ടൈമായിട്ട് അക്ലിമറ്റൈസ്ഡ് ആണ്. അപ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോയപ്പോൾ അതെനിക്കൊരു ലെയർ പോലെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ലണ്ടൻ ടൈമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങി. പിന്നെ ഒന്ന് ഫ്രഷായി പൂളിൽ പോയി, ഒരു സ്റ്റീം ബാത്ത് പൂളിൽ പോയി തിരിച്ചു വന്ന് സ്റ്റീം ബാത്തൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ഫ്ലൈറ്റിന് സമയമായി. തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. ഫ്ലൈറ്റിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങി.
ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങിയിട്ട്. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും ചെറിയൊരു തലവേദന ഉണ്ട്. ഇനിയിപ്പോൾ നാളെ ട്രെയിനിങ് ആയതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവുകയും വേണം. അപ്പം ഞാൻ എന്തായാലും ഉറങ്ങാമെന്ന് വിചാരിച്ചു. എണീച്ചപ്പോൾ നല്ല ലേറ്റായി. 4 മണിക്ക് അലാറം വെച്ചിട്ട് 6:30 എണീച്ചപ്പോൾ. ഇപ്പോൾ ഇവിടെ സമയം 9 മണിയായിട്ടോ. ഞാൻ സോൾട്ടും ഗ്രേക്കും കൂടെ എൻ്റെ ചെക്കിൻ ബാഗ് കൊണ്ട് തന്ന് ഞങ്ങളൊന്ന് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോഴത്തേ ഞാൻ റൂമിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും റിവൈസ് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. സ്റ്റഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, പോകാൻ വേണ്ടി റെഡിയായി. ഇന്നാണ് മെയിൻ എക്സാം. നല്ല ടെൻഷനുണ്ട്, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് ടഫാണ്, കുറച്ച് ട്രിക്കിയാണ് കാര്യങ്ങൾ. അപ്പോൾ ചിലവരുണ്ട് ക്യാബിൻ ക്രൂ ഈസി ജോബാന്ന് പറയുന്നവർ വേറെ ഉണ്ട്. പക്ഷേ ചിലവർ ക്യാബിൻ ക്രൂ ആവാൻ ആഗ്രഹിക്കുന്നവരും ഇതൊരു എന്താ പറയുക അധികം പഠിക്കേണ്ടെന്നൊക്കെ. ശരിയാണ്, അധികം പഠിക്കേണ്ട. ഇപ്പം ഞാനൊരു BArch കഴിഞ്ഞുകൊണ്ട് അത്രയൊന്നും ബാച്ചിലേഴ്സ് ഓഫ് ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ക്യാബിൻ ക്രൂ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ പഠിക്കാനുണ്ട്, സ്ട്രെസ് എടുക്കാനുണ്ട്. കാരണം അത് ഡിപ്പെൻഡ് ഓൺ എയർലൈനാണ് കേട്ടോ. അതായത് ഇന്ത്യൻ എയർലൈൻസിലൊന്നും അവർക്ക് റെക്കറൻറ്റ് സമയത്ത് ട്രെയിനിങ്ങിന് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം. അതായത് ഭാഗം റിവൈസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് എക്സാം. നമുക്കിവിടെ അധികം റിവൈസിങ് ഒന്നുമില്ല, 2 ഡേയ്സ് ഉള്ളൂ. പിന്നെ ഒന്നാമത് ഇവിടുത്തെ എയർലൈൻ ആയതുകൊണ്ട്, UK എയർലൈൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ ട്രാവൽ ചെയ്യുന്നു, പഠിച്ചിട്ട് വരുന്നു, ഇവിടുന്ന് എക്സാം എഴുതുന്നു, പോകുന്നു. എക്സാം എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. 88% വേണം കേട്ടോ പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിംഗർ ക്രോസ്ഡ് ആണ്. ഇനി ഇവിടെ നിന്ന് നടന്ന് പോകണം. ഇപ്പോൾ ഒരു 7:30 8:15 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. പുറത്ത് ടെമ്പറേച്ചർ നോക്കുമ്പോൾ വലിയ തണുപ്പില്ല, പക്ഷേ മഴ പെയ്ത ലക്ഷണമുണ്ട്. കാരണം ആൻഡ് ഓൾസോ വെതർ നോക്കുന്ന സമയത്ത് മഴ പെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് റെയിൻ പ്രൊട്ടക്ഷനും കൂടെയാണ്. അപ്പോൾ അത് ഇറങ്ങാൻ പോവാണ്. സോ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും പേടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ എത്തിട്ടോ. അതെ, ആ ഒരു സൈഡിലാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഒരു എക്സാമും കൂടെ ഉള്ളൂ. ഉണ്ടോ, ഇപ്പോൾ റിലീഫായി, മുഖം തെളിഞ്ഞ്. സോ ഏറ്റവും വലിയ ടെൻഷൻ ഒഴിവായി. ഇന്ന് 3 എക്സാം ഉണ്ടായിരുന്നു, 3 പാസ്സായി. അതിൽ 2 എണ്ണമാണ് മെയിൻ. ഒത്തിരി ടഫാണ്, ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസാണ്. ഒന്ന് ഏവിയേഷൻ മെഡിസിനാണ്, മറ്റേത് പിന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. തണുപ്പ് ക്യാപ്പൊക്കെ വെച്ചേക്കുന്നത്. ഒന്നാമത് ബിൽഡിങ്ങിൻ്റെ അകത്ത് ഹീറ്ററിലൊക്കെ ഇരുന്നുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്. ഇനിയിപ്പോൾ ഇതേ ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടിട്ടുണ്ടായി, പക്ഷേ കഴിക്കാൻ പറ്റിയില്ല. കാരണം പഠിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ദേ ഇപ്പം നടന്നിട്ട് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ MNS ഉണ്ട്. അപ്പോൾ MNSൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി തിരിച്ച് റൂമിൽ വന്ന് ക്രൂ ലോഞ്ച് ഉണ്ട്, ക്രൂ ലോഞ്ചിൽ പോയിട്ട് ഹീറ്റ് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഞാൻ ദേ MNSലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനത്തെ കുറച്ച് സ്ട്രെസ് ക്യാബിൻ ക്രൂ ആകുമ്പോൾ എടുക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇതൊന്നും പഠിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ മടിയായിട്ടൊക്കെ ക്യാബിൻ ക്രൂ ആവുന്ന ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ യൂട്യൂബിൽ കമൻറ്റ്, ഈവൻ ചിലവർ വന്നിട്ട് പറയും ഞാൻ +2 കഴിഞ്ഞു, ഞാൻ ക്യാബിൻ ക്രൂ ആവട്ടെ, ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അതൊന്നാമത് പഠിക്കാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ജോബിലേക്ക് മാറുന്നതാവും നല്ലത്. കാരണം എപ്പോഴും ഒരു ബേസ് നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. ആൻഡ് ഓൾസോ ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ ഏതൊരു പ്രൊഫഷനിൽ പോകുമ്പോഴും നിങ്ങളൊരു അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിലി ജോബാവും. ആൻഡ് ഓൾസോ എന്താ പറയുക, +2 ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ലൈക്ക് പീപ്പിൾ വിൽ ഏൺ ആൻഡ് മൈൻഡ് സെറ്റൊക്കെ മാറിപ്പോവും. ചെറുതിൽ തന്നെ നമുക്ക് പൈസ ഒക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല, എന്നെ അപേക്ഷിച്ചിട്ടോ. അപ്പോൾ ഞാൻ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. പക്ഷേ
ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടും ക്യാബിൻ ക്രൂ ആവാം, ആൻഡ് ഓൾസോ ഡിഗ്രി കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവാം. ചില എയർലൈൻസ് ഡിഗ്രി മാൻഡേറ്ററി ആയിട്ട് ചോദിക്കും, ചില എയർലൈൻസ് +2 മാത്രമേ ചോദിക്കുകയുള്ളൂ. ഡിപ്പെൻഡ് ഓൺ എയർലൈനാണ്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെർജിൻ റിക്വയർമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രി റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എയർലൈൻസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എയർലൈൻ്റെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് എന്താണോ അവരുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതെ, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് MNSന് അടുത്തെത്താണ്. ഇവിടെ ടെസ്കോ ഉണ്ട്, പക്ഷേ ടെസ്കോ എക്സ്പ്രസ് ആണ്. ടെസ്കോ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ചെറുതാണ്. ഇവിടുത്തെ MNS ആണെങ്കിൽ ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ ഞാൻ അവിടുത്തതും കാണിക്കാം. ഞാനിപ്പോൾ ക്രോസിങ്ങിനുള്ള ഏരിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്രോസിങ്ങിനുള്ള ഏരിയ ഓൾറെഡി പാസ് ചെയ്തു. ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ ഓടിപ്പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ നല്ല തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം CA ബിൽഡിങ്ങിൻ്റെ അകത്തിരുന്നുകൊണ്ട്. പക്ഷെ പുറത്ത് നല്ല വെയിലുണ്ട്, അത് കാരണം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓൾസോ ഇവിടെ വന്നിട്ട് വെയിൽ കിട്ടുമ്പോൾ ഭയങ്കര മനസ്സമാധാനമല്ല, ഒരു ഭയങ്കര ഒരു ഓക്കെ ഫീലാണ്. സോ ഇതിപ്പോൾ ഒരു റൗണ്ട് ബോട്ടാണ്. ഇവിടുന്ന് ഇവിടുന്ന് ആ ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാലാണ് സോൾട്ടൻ്റെയും ബൂബിൻ്റെയും വീട്. അപ്പോൾ എനിക്ക് ക്രോസ് ചെയ്യാനായി. ആ ചേച്ചി ഫോൺ അടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് സിഗ്നൽ പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്രോസിങ് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഗ്രീനായി, അപ്പോൾ നമുക്ക് പാസ് ചെയ്യാം. നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്, പക്ഷെ നമ്മൾ ഇതിലെ കറങ്ങി വേണം പോകാൻ. എൻ്റെ ശംഖു കറങ്ങി വാ, അതേപോലെ നമ്മൾ കറങ്ങിയിട്ട് വേണം പോകാൻ. ഓടി ഈ റോഡൊന്നും കടന്ന് ഓടിച്ചെന്ന് എത്താൻ പറ്റില്ല. എനിക്കെന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് തീരെ വിശക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ വിശപ്പും എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ള ആഗ്രഹം വരെ, ക്രേവിങ്സ് വരെ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തീരെ വിശക്കില്ല. ഒന്നാമത് പഠിക്കാനുള്ള സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷനുള്ള സമയത്ത്. നോർമൽ ടെൻഷനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ചിലപ്പോൾ ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കും. പക്ഷേ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിച്ച എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും, ഫുഡ് ഇറങ്ങില്ല. അത് ഞാൻ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. BArch എടുത്ത സമയത്ത്, അതായത് അക്കാഡമിക്സിൽ ആയിരുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ബാഡായിരുന്നു. ഇപ്പോൾ ക്രൂ ആയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ബട്ട് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നൈറ്റ് ഔട്ട് ഇരിക്കും കുറേ നേരം. അപ്പോൾ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് ഒത്തിരി നേരം വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ മറന്നു പോകും. നൈറ്റ് ഔട്ട് ഇരിക്കുന്ന സമയത്ത് ചില സമയം, ഞാൻ പൊതുവേ നൈറ്റ് ഔട്ട് ഇരിക്കൽ ഭയങ്കര കുറവാണ്. ഞാൻ മാക്സിമം 2 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്ന ആളാണ്. ചില സമയത്തൊക്കെ ഇരിക്കുന്ന സമയത്ത്, ജൂറിയുടെ ഒക്കെ തലേ ദിവസം ഇരിക്കുന്ന സമയത്ത്, ഞാൻ തീസിസിന് വർക്ക് ചെയ്തിരുന്നത് എനിക്ക് തൊട്ട് സൈഡിൽ വിൻഡോ ഉണ്ടായിരുന്നു. നമ്മൾ 2 മണിയൊക്കെ വരെ സമയം അറിയും. അത് കഴിയുമ്പോൾ പിന്നെ സമയം അറിയില്ല. കുറച്ചേരം കഴിഞ്ഞ് എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു വിൻഡോ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന കാണുമ്പോഴാണ് രാവിലെ ആയില്ലേ, ഇനി നേരെ എടുത്ത് കോളേജിൽ പോകണമല്ലോ എന്നൊക്കെ ആലോചിക്കാം. അപ്പം അങ്ങനൊരു സിസ്റ്റത്തിലാണ് ഞാൻ പഠിച്ചു വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്യാബിൻ ക്രൂ ആയിട്ട് എനിക്ക് ഈ ടൈമിംഗ് ഒന്നും മാറുന്നത് വലിയ വിഷയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ MNS എത്തി. ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ. ഇത് MNS ഫുഡാണ്.
എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കോൾഡ് ഓപ്ഷൻസാണ്. കോൾഡ് ഷവർമ എല്ലാം കോൾഡാണ്. ഇവർ കൂടുതലും കോൾഡ് സാൻഡ്വിച്ചുകളാണ് കഴിക്കുക. ഞാൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഹോട്ട് സ്റ്റഫിലെത്തും കേട്ടോ. വേറെ കോൾഡ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, പക്ഷെ എനിക്ക് എന്തെങ്കിലും ചൂടാക്കി കഴിക്കാനാണ് താല്പര്യം. ഇതൊക്കെ ഇന്ത്യൻ സ്റ്റഫാണ്, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പുറത്ത് വരുമ്പോൾ. ഇപ്പോൾ ദേ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ പിzzയിലേക്ക് എത്തും. ഇന്നിപ്പോൾ ദേ ഒരു ചിക്കൻ പിസ്സ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ വാങ്ങി ഹോട്ടലിലെത്തി. എൻ്റെ ട്രെയിനിങ് സെൻറ്റർ അവിടെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അതായത് വെർജിൻ്റെ എല്ലാ സ്റ്റാഫ്സും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അത് ഇതിന് തൊട്ട് പിന്നിലാണ്. ഇന്നിപ്പോൾ ഇരുട്ടായി, ഇനിയിപ്പോൾ നാളെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ക്രൂ നിൽക്കുന്ന ഹോട്ടലാകുമ്പോൾ നമുക്ക് ക്രൂ ലോഞ്ച് ഉണ്ടാവും കേട്ടോ. ക്രൂ ലോഞ്ചിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടാവും. ഇവിടുത്തത് ഒരു ചെറിയൊരു ഹോട്ടലായിരുന്നു, കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ എന്നാലും ഓവനും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹായ്, അപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഭയങ്കര പ്രശ്നമുള്ള എക്സാമുകളൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ തിയറി പാർട്ട് മാക്സിമം ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു സേഫ്റ്റീൻ്റെ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് ഓൾസോ ഇന്ന് പ്രാക്ടിക്കലാണ്, ഡ്രിൽസാണ് കൂടുതലുള്ളത്. ഞാൻ ഇന്ന് റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ടുള്ള സാധനമാണ് ഇട്ടേക്കുന്നത്. നമ്മൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് യൂണിഫോം വേണ്ട കേട്ടോ. യൂണിഫോം നിർബന്ധമല്ല, പക്ഷേ യൂണിഫോം സ്റ്റാൻഡേർഡിലായിരിക്കണം. അതായത് ബാക്കിയുള്ള എയർലൈൻസ് പോലെ ഹൈ ഓൺ മേക്കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്തരം ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒന്നും വെർജിനിലില്ല. ഒരു യൂറോപ്യൻ എയർലൈൻ ആയതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് വെർജിൻ ആയതുകൊണ്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എയർലൈൻ ആയതുകൊണ്ട് വല്ലാണ്ട് ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊന്നുമില്ല. ബേസിക് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. യൂണിഫോമിന് ഡിസൈൻ ചെയ്തേക്കുന്ന കുറച്ച് ലുക്ക് ഉണ്ട്. ആ ലുക്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് ബേസ്ഡ് ഓൺ സേഫ്റ്റി ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം, എന്തുകൊണ്ടാണ് വെർജിൻ താടി അലൗഡ് ചെയ്യുന്നത് എന്നൊക്കെ. അതായത് താടിയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അത് സ്റ്റാൻഡേർഡ് ഒരു സേഫ്റ്റീനെ ബാധിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് അലൗ ചെയ്യില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് നിർത്താൻ വെർജിൻ നോക്കും. അത് ഞാൻ നമ്മുടെ ഈ നോംസ് ഒക്കെ ഉണ്ട്, അതിൽ പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതലായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ. കാരണം ബാക്കിയുള്ള എയർലൈൻസിൽ കണ്ടുവരുന്നത് ഒരു ആളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എയർലൈൻ്റെ ആളായിട്ട് മാറ്റും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എയർലൈനിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുക. എൻ്റെ താല്പര്യങ്ങളായിരിക്കില്ല. അവരുടെ ഒരു എന്താ പറയുക, ഒരു എൻക്ലോഷറിൽ അല്ലെങ്കിൽ ഒരു രൂപക്കൂട്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽ ഉണ്ടാവും. അത് വെർജിനിലില്ല. നമുക്ക് നമ്മളായിട്ട് തന്നെ ബി ഹ്യൂമൺ, നമ്മളെങ്ങനെയാണോ അതേപോലെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു എയർലൈൻ ആയതുകൊണ്ടും ഒരു കമ്പനി സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടും കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ റിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മുടി ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കണം. പിന്നെ ഇയറിങ്സ്, സെക്കൻഡ് സ്റ്റഡിൻ്റെ ഹോൾസൊക്കെ പറ്റും, പക്ഷേ സെക്കൻഡ് സ്റ്റഡ് ഇടാൻ പറ്റില്ല. പിന്നെ ലോങ് ചെയിൻ ഒന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും കൊളുത്തി പിടിക്കാനോ അങ്ങനത്തെ കുറേ സേഫ്റ്റി കൺസേൺ ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തും ഗേൾസിന് മേക്കപ്പ്, ഇവിടെ ഗേൾസ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഇവിടെ ജെൻഡർ ഡിഫറൻസ് ഇല്ല സത്യത്തിൽ. അതായത് റെഡ് കാരിയേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ റെഡ് യൂണിഫോം വെയർ ചെയ്യണമെന്നൊരിക്കും മേക്കപ്പ് യൂസ് ചെയ്യണം വേണ്ടെന്നുള്ളത് അത് അവരുടെ താല്പര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നോർമലി വരണമെങ്കിൽ നോർമലി വരാം. ഇന്നിപ്പോൾ ഞാൻ നോർമലി ഒരു സ്വെറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു കാർഗോ പാൻസ് പോലത്തെ ഒരു പാൻറ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിർബന്ധമായിട്ട് വേണ്ട ട്രെയിനേഴ്സാണ്. ഷൂ ട്രെയിനേഴ്സ് ആയിരിക്കണം. കാരണം റിക്സിൽ ഓടാനും ചാടാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി റീസൺ നോക്കിയിട്ട് തന്നെയാണ് അതും പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള
ഇതാണ്. ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, താടി വെച്ച ക്യാബിൻ ക്രൂ ആണല്ലോ, ഇതെന്താ ബാക്കിയുള്ള എയർലൈൻസ് പോലെ അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും പയ്യെ ചെയ്യാം. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകുമായിരിക്കും, കാരണം അത്യാവശ്യം റിക്സും ഉണ്ട്, ഒരു എക്സാമുണ്ട്. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരികയായിരിക്കും. അപ്പോൾ വന്നിട്ട് അങ്ങനെ എല്ലാ എക്സാംസും കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി ലൈറ്റും മഴ ആൻഡ് ഓൾസോ റെയിൻബോ കാണുന്നുണ്ടോ? അതും ഇറ്റ്സ് ഡബിൾ റെയിൻബോ. ഇറ്റ്സ് ഡബിൾ റെയിൻബോ. പണിപാളി ഗൈസ്, മഴ പെയ്തു. ഹോട്ടലിലോട്ടാണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് 2 മിനിറ്റ് മാത്രമേ. മഴ പെയ്തു തുടങ്ങി, നല്ല തുഴപ്പുമായി, കൈയൊക്കെ ആകെ തണുത്ത് വരച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 2 ബാംഗ്ലൂർ ക്രൂ ഉണ്ട്, 2 ബോംബെ ബേസ് ക്രൂ ഉണ്ട്. മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പായി, കൈയൊക്കെ ഫ്രീസായി. ഇനിയിപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാൻ സമയമില്ല. ഗ്ലൗസ് ബാഗിലുണ്ട്, പക്ഷേ ഇടാൻ സമയമില്ല. ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മളെന്തായാലും ഫ്രീസാവും ഇടുന്ന നേരം കൊണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് ഈ ജാക്കറ്റ് ഇട്ടിട്ട് വന്ന്, എൻ്റെ വേറെ ജാക്കറ്റ് റെയിൻ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഫൈനലി എൻ്റെ റെക്കറൻറ്റ് കഴിഞ്ഞു. വലിയൊരു തലവേദനയാണ് അവസാനിച്ചത്. ഇനിയിപ്പോൾ ഒരു 11 മാസത്തേക്ക് ഈ തലവേദന ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വർഷത്തിലാണ് റെക്കറൻറ്റ് ഉണ്ടാവുക. ചിലത് വർഷത്തിലുണ്ടാവും, ചിലത് 3 വർഷം കൂടുമ്പോൾ നമ്മൾ ക്യാബിൻ ക്രൂസ് എഴുതേണ്ട കുറച്ച് എക്സാംസ് ഉണ്ട്. അത് കുറച്ച് സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനിയിപ്പോൾ ഫ്ലൈയിങ് മാത്രമേ ഉള്ളൂ, വേറെ തലവേദനകളൊന്നുമില്ല. സോ ഇപ്പം ഞാൻ ദേ റൂമിലെത്തി. ഇനിയിപ്പോൾ സോൾട്ടൻ എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോൾട്ടൻ ടെസ്കോ 6 മണിക്ക് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവിടേക്ക് പോവും. നാളെ രാവിലെ ആണ് കേട്ടോ ഫ്ലൈറ്റ്. നാളെ രാവിലെ 11 മണിക്ക് 11:55 ഡിപ്പാച്ചർ. ഞാൻ നോർമലി ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റ്, പക്ഷെ നാളെ പാസഞ്ചറായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഗാറ്റ്വിക്കിന്ന് ഒരു 1.5 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട് ട്രാഫിക് അടക്കം ഹീത്രോയിലോട്ട്. കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നാളെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ബാംഗ്ലൂർ ക്രൂവും ഡൽഹി ക്രൂവും മുംബൈ ക്രൂവും ഒരുമിച്ച് ബസ്സിനാണ് പോകുന്നത്. ബസ് കമ്പനി അറേഞ്ച് ചെയ്യും. അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോൾ തിരിച്ചിവിടെ ഹോട്ടൽ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി നിന്ന് ഇന്ന് ഫുഡൊക്കെ കഴിച്ച് നാളെ രാവിലെ ഇവിടെ വന്ന് ബാഗ് എടുത്ത് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. റെക്കറൻറ്റ് വിശേഷങ്ങൾ കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് കാണുമ്പോൾ കുറേ ആസ്പയറിങ് ക്യാബിൻ ക്രൂ ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പയ്യെ തീർക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സിയ.